ഇനി നമ്മൾ സെറ്റ് സ്ക്വയർ, നമ്മളുടെ 2 സെറ്റ് സ്ക്വയേഴ്സ് യൂസ് ചെയ്തിട്ട് ഡിഫറെൻറ്റ് പിക്ചേഴ്സ്, ഇത് ലാർജർ സെറ്റ് സ്ക്വയർ, സ്മോളർ സെറ്റ് സ്ക്വയർ, ഈ 2 സെറ്റ് സ്ക്വയേഴ്സ് യൂസ് ചെയ്തിട്ട് ഡിഫറെൻറ്റ് ഷേപ്പുകൾ വരയ്ക്കുന്നതാണ് പഠിച്ചത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും ചെരിഞ്ഞിട്ട് നല്ല ചെരിവുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ലാർജർ സെറ്റ് സ്ക്വയറിൻ്റെ ഈ ഒരു കൂർത്ത ഭാഗം എടുത്ത് വരക്കണം. അതല്ല ചെരിവ് കുറച്ചും കൂടി കുറവാണെന്നുണ്ടെങ്കിൽ സ്മോളർ സെറ്റ് സ്ക്വയറിൻ്റെ ഈ ഭാഗമോ അല്ലെങ്കിൽ ഈ ഭാഗമോ, ഈ 2 എഡ്ജ് യൂസ് ചെയ്താലും സെയിം പിക്ചർ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ ഈ ഭാഗമോ അല്ലെങ്കിൽ ഈ എഡ്ജോ യൂസ് ചെയ്ത് വരക്കുക. അതല്ല തീരെയും ചെരിവില്ല, കുറച്ചും കൂടി ഈ 2 ലൈൻസ് തമ്മിൽ ഗ്യാപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ ലാർജർ സെറ്റ് സ്ക്വയറിൻ്റെ നല്ല കൂർത്ത എൻഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് എൻഡ്, ഈ ഒരു എൻഡ് എടുത്തിട്ട് വരക്കുക. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, നല്ലോണം ചെരിഞ്ഞിട്ടുള്ളൊരു പിക്ചറാണെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, 5 സെൻറ്റിമീറ്ററിൽ ഒരു ബേസ് വരക്കുക. നമ്മളിപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തത് 3 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആദ്യം ഒരു 3 സെൻറ്റിമീറ്ററിൽ, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് സെയിം മെഷർമെൻറ്റ് എടുത്തത്, 3 സെൻറ്റിമീറ്ററിലൊരു ലൈൻ വരക്കുക. എന്നിട്ട് നല്ലോണം ചെരിഞ്ഞിട്ടുള്ളതല്ലേ, അപ്പോൾ നമ്മളുടെ ലാർജർ സെറ്റ് സ്ക്വയറിൻ്റെ ഏറ്റവും കൂർത്ത എഡ്ജ് എടുക്കുക. എന്നിട്ട് ഇതിപ്പോൾ ഇങ്ങനെ നമുക്ക് വെക്കാൻ പറ്റില്ല, അപ്പോൾ എന്ത് ചെയ്യുക, നേരെ തിരിച്ച് പിടിക്കുക, എൽ ഷേപ്പിൽ വെക്കുക. എന്നിട്ട് ലെഫ്റ്റ് സൈഡിൽ, ലെഫ്റ്റ് എൻഡ് പോയിൻറ്റിൽ സെറ്റ് സ്ക്വയറിൻ്റെ ഈ കൂർത്ത എഡ്ജ് വെക്കുക, മുകളിലേക്കൊരു വര വരക്കുക. ഇങ്ങനെ കൂർപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ മക്കൾ കുറച്ചൊന്ന് മുന്നിക്കാക്കണം, എന്നാൽ നിങ്ങൾക്ക് കറക്റ്റ് എഡ്ജ് കിട്ടുള്ളൂ. അതല്ല കൂർപ്പുള്ള സെറ്റ് സ്ക്വയർ ആണെന്നുണ്ടെങ്കിൽ പ്രശ്നമുള്ള കാര്യമല്ല, ഇല്ലെങ്കിൽ മെഷർമെൻറ്റ് തെറ്റും. എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെയും സ്കെയിൽ യൂസ് ചെയ്യുക, 3 സെൻറ്റിമീറ്റർ മെഷർ ചെയ്യുക. എന്നിട്ട് ഇവിടെ സെറ്റ് സ്ക്വയർ കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഇവിടെ 3 സെൻറ്റിമീറ്ററിൻ്റെ റൈറ്റ് എൻഡ് പോയിൻറ്റിൽ ഒരു പോയിൻ്റ് ഇട്ടതിന് ശേഷം ആ ലൈന് കുറച്ച് നീട്ടി വരച്ചിട്ട് നമ്മളുടെ സെറ്റ് സ്ക്വയർ ഇവിടെ വെച്ച അതേ എഡ്ജ് നീട്ടി കൊണ്ടുപോയിട്ട് ഈ എൻഡ് പോയിന്റിൽ കൊണ്ടുപോയി വെക്കുക. ഇതേപോലെ മുകളിലേക്കൊരു ലൈന് വരക്കുക. അതും സ്കെയിൽ യൂസ് ചെയ്തിട്ട് 3 സെൻറ്റിമീറ്റർ മെഷർ ചെയ്യുക. 2 ടോപ്പ് പോയിൻറ്റ്സ് തമ്മിൽ കൂട്ടി യോജിപ്പിച്ചാൽ ഇതും 3 സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കും. ഇതാണ് നല്ല രീതിയിൽ ചെരിഞ്ഞിട്ടുള്ള പിക്ചർ. ഇത് നമ്മൾ ലാർജർ സെറ്റ് സ്ക്വയറിൻ്റെ ഏറ്റവും കൂർത്ത എഡ്ജ് യൂസ് ചെയ്തിട്ട് വരച്ചതാണ്. ഇനി കുറച്ചും കൂടി കൂർപ്പ് കുറവാണ്, അല്ലെങ്കിൽ കുറച്ചും കൂടി ചെരിവ് കുറവാണ് പിക്ചറിന് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇതേപോലെ 3 സെൻറ്റിമീറ്റർ, നമുക്ക് ഏതാണോ മെഷർ തന്നിട്ടുള്ളത് അത് എടുക്കാം കേട്ടോ. നമ്മൾ ഇന്ന് ചെയ്തത് 3 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 3 സെൻറ്റിമീറ്ററിലൊരു ലൈന് വരച്ചു. എന്നിട്ട് സ്മോളർ സെറ്റ് സ്ക്വയറിൻ്റെ ഏതെങ്കിലും ഒരു എഡ്ജ് നമ്മളുടെ ലെഫ്റ്റ് സൈഡിൽ വെച്ചു. നമ്മൾ ഒരു ലൈന് വരച്ചു, സെറ്റ് സ്ക്വയർ മാറ്റി സ്കെയിൽ യൂസ് ചെയ്തിട്ട് 3 സെൻറ്റിമീറ്റർ മെഷർ ചെയ്തു. ഇവിടെ 3 സെൻറ്റിമീറ്ററിൻ്റെ റൈറ്റ് പോയിന്റിലൊരു മാർക്ക് ചെയ്തതിന് ശേഷം ലൈന് നീട്ടി വരച്ചു. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു എക്സസ് ആയിട്ടുള്ള ലൈൻ എറൈസ് ചെയ്ത് കളയണം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുള്ള എഡ്ജ് സ്ലൈഡ് ചെയ്ത് നീക്കി കൊണ്ടുപോയിട്ട് നമ്മളുടെ റൈറ്റ് എൻഡിൽ കൊണ്ടുപോയി വെക്കുക. മുകളിലേക്കൊരു ലൈൻ വരക്കുക. എന്നിട്ട് സ്കെയിൽ യൂസ് ചെയ്തിട്ട് 3 സെൻറ്റിമീറ്റർ മെഷർ ചെയ്യുക. 2 ടോപ്പ് പോയിൻറ്റ്സും തമ്മിൽ കൂട്ടി യോജിപ്പിക്കുക. ഇതും 3 സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കും. ഈ ഒരു എക്സസ് ആയിട്ടുള്ള പോർഷൻ എന്ത് ചെയ്യണം, നമ്മൾ എറൈസ് ചെയ്ത് കളയണം. ഇനിയുള്ളത് കുറച്ചും കൂടി എന്താണ്, ചെരിവ് കുറവാണ്. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്, ലാർജ് സെറ്റ് സ്ക്വയറിൻ്റെ നല്ല കൂർത്ത ഭാഗത്തിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള എഡ്ജ്. അപ്പോൾ നമ്മളൊരു ബേസ് വരച്ചു, 3 സെൻറ്റിമീറ്റർ ബേസ് വരച്ചു. റൈറ്റ് സൈഡിൽ എന്ത് ചെയ്തു, നമ്മളുടെ സെറ്റ് സ്ക്വയറിൻ്റെ കൂർത്ത ഭാഗത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് എഡ്ജ് എന്ത് ചെയ്തു, നമ്മൾ റൈറ്റ് സൈഡിൽ നമ്മൾ വരച്ച ലൈനിൻ്റെ ലെഫ്റ്റ് എൻഡ് പോയിന്റിൽ കൊണ്ടുപോയി വെച്ചു. മുകളിലേക്കൊരു വര വരച്ചു. സെറ്റ് സ്ക്വയർ മാറ്റി സ്കെയിൽ യൂസ് ചെയ്ത് 3 സെൻറ്റിമീറ്റർ മെഷർ ചെയ്തു. എന്നിട്ട് വീണ്ടും ഇവിടെ റൈറ്റ് സൈഡിലെ എൻഡ് പോയിന്റിൽ മാർക്ക് ചെയ്തതിന് ശേഷം ലൈന് നീട്ടി വരക്കുക. നമ്മൾ ഈ വെച്ച സെറ്റ് സ്ക്വയർ ചെരിയാതെ നേരെ സ്ലൈഡ് ചെയ്ത് കൊണ്ടുപോകുക. ഈ ഒരു ലൈനിൽ തന്നെയല്ലേ സെറ്റ് സ്ക്വയർ വെച്ചിട്ടുള്ളത് നോക്കുക. എന്നിട്ട് കറക്റ്റ് ഇതേപോലെ മുകളിലേക്ക് ഒരു വര വരക്കുക. സെറ്റ് സ്ക്വയർ മാറ്റുക, 3 സെൻറ്റിമീറ്റർ മെഷർ ചെയ്യുക. എന്നിട്ട് നമ്മൾ ടോപ്പ് പോയിൻറ്റ്സ് തമ്മിൽ കൂട്ടി യോജിപ്പിച്ചാൽ ഇതും 3 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഈ എക്സസ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ഇപ്പോൾ ലൈൻ എന്ത് ചെയ്യണം, ഇറൈസ് ചെയ്ത് കളയണം. അതേപോലെ 4 പിക്ചർ, ഏത് പിക്ചർ വരക്കുകയാണെന്നുണ്ടെങ്കിലും മാത്സിൽ നിങ്ങൾ ഏത് പിക്ചർ വരക്കുകയാണെന്നുണ്ടെങ്കിലും സെൻറ്റിമീറ്റേഴ്സ്, അതായത് മെഷർമെൻറ്റ് ഏതാണോ അത് എഴുതാൻ ശ്രമിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ മാർക്ക് പോകും. അടുത്തത് ട്രയാങ്കിളാണ് നമ്മൾ എടുക്കുന്നത്. അതായത് നമ്മൾ ട്രയാങ്കിൾ വരച്ചിട്ടുണ്ടായിരുന്നത്, നമ്മൾ 3 സെൻറ്റിമീറ്ററിൽ എന്ത് ചെയ്തു, ഒരു ട്രയാങ്കിൾ വരച്ചു. നമ്മൾ
ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. 3 സെൻറ്റിമീറ്ററിൽ ട്രയാങ്കിൾ അല്ല, 3 സെൻറ്റിമീറ്ററിൽ ഒരു ലൈന് വരച്ചു. 3 സെൻറ്റിമീറ്റർ ലൈന് വരച്ചതിന് ശേഷം ട്രയാങ്കിൾ വരക്കുമ്പോൾ 3 സൈഡും ഈക്വൽ ആയിട്ടുള്ള ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ആണെന്നുണ്ടെങ്കിൽ 3 സൈഡും ഈക്വൽ ആയിട്ടുള്ള 3 സൈഡും ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്മോളർ സെറ്റ് സ്ക്വയർ ആണ് എടുക്കുക. സ്മോളർ സെറ്റ് സ്ക്വയർ എടുത്തിട്ട് എന്ത് ചെയ്യണം? ലെഫ്റ്റ് എൻഡ് പോയിന്റിൽ കൊണ്ടുപോയി വെക്കുക, മുകളിലേക്ക് ഒരു വര വരക്കുക. ലെഫ്റ്റ് എൻഡിൽ കൊണ്ടുപോയി വെക്കുക, മുകളിലേക്ക് ഒരു വര വരക്കുക. എന്നിട്ട് നമ്മൾ 3 സെൻറ്റിമീറ്റർ മെഷർ ചെയ്തു. ഇപ്പോൾ മെഷർ ചെയ്ത് നോക്കുക, കറക്റ്റ് 3 സെൻറ്റിമീറ്റർ തന്നെയല്ലേ? 3 സെൻറ്റിമീറ്റർ മെഷർ ചെയ്തിട്ട് നമ്മളൊരു ലൈൻ വരച്ചു. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? ജസ്റ്റ് ഈ ഒരു സൈഡ് എന്ത് ചെയ്യുക? മെഷർ ചെയ്ത് നോക്കുക. ഇത് കറക്റ്റ് നിങ്ങൾ വരച്ചത് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സൈഡും 3 സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കും. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? കൂട്ടി യോജിപ്പിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു സൈഡ് 3, ഇതും 3 ആണ്, ഇതും 3 ആണ്. അപ്പോൾ 3 സൈഡും 3 ആയിട്ടുള്ളൊരു ട്രയാങ്കിൾ കിട്ടി.